മധ്യപ്രദേശിൽ ഡെമോ EVM മെഷീൻ മോഷണം പോയ സംഭവത്തിൽ 3 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സംസ്ഥാനത്തോട് റിപ്പോർട്ട് തേടിയതിന് പിന്നാലെയാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തത്. പൂനെയിലെ സസ്വാ താലൂക്കിലെ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ച മെഷീനാണ് മോഷണം പോയത്. അവധി കഴിഞ്ഞ തിങ്കളാഴ്ച സസ്വാദ് താലൂക്ക് ഓഫീസ് തുറക്കാനെത്തിയ ഉദ്യോഗസ്ഥരാണ് സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ച EVM മെഷീൻ മോഷണം പോയ വിവരം അറിഞ്ഞത്. വോട്ടിംഗ് അവബോധത്തിനും പരിശീലനത്തിനുമായി എത്തിച്ച EVM മെഷീനാണ് മോഷണം പോയത്. 40 സെറ്റ് EVM മെഷീനുകളായിരുന്നു സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചത്. ഇതിൽ നിന്നാണ് ഒറ്റ മെഷീൻ മാത്രമായി മോഷണം പോയത്. പോലീസ് കാവലും ശക്തമായ സുരക്ഷാ സംവിധാനവും ഒരുക്കിയ സ്ട്രോങ് റൂമിൽ നിന്ന് EVM മോഷണം പോയത് വലിയ രാഷ്ട്രീയ വിവാദത്തിന് തുടക്കം കുറിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം നടക്കാനിരിക്കെ എന്ത് സുരക്ഷയാണ് EVM മെഷീനുകൾക്കുള്ളതെന്നും ഇത് ജനാധിപത്യത്തിന്റെ വിശ്വാസ്യതയടക്കം തകർക്കുമെന്നും ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ദേശീയ ഇലക്ഷൻ കമ്മീഷൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടിയത്. സബ് ഡിവിഷണൽ ഓഫീസർ, തഹസിൽദാർ, സബ് ഡിവിഷണൽ പോലീസ് ഓഫീസർ എന്നിവർക്കെതിരെയാണ് നടപടി. ഇവരെ 3 പേരെയും സസ്പെൻഡ് ചെയ്തു. ജില്ലാ വരണാധികാരിയോടും പോലീസ് മേധാവിയോടും വിശദീകരണം തേടുകയും ചെയ്തിട്ടുണ്ട്. 3 അംഗ സംഘത്തിന്റെ മോഷണ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ 2 പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട്. 21 വയസ്സുകാരനായ ഏലിയാസ് ശിവാജി രാംദാസ്, അജിങ്ക്യ രാജു എന്നിവരാണ് പിടിയിലായത്. ന്യൂസ് ഡെസ്ക് 24.